ഏവർക്കും പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിലെ രണ്ടാമത്തെ ചാപ്റ്റർ, ഏതാ ചാപ്റ്ററിന്റെ പേര്? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. രണ്ടാമത്തെ ചാപ്റ്ററിന്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുവരെയായിട്ടും എക്സസ് ടൈംസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കലി നോട്ടിഫിക്കേഷൻസ് ഇവിടെ ലഭിക്കുന്നതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മൾ 2 ക്ലാസ്സുകളിൽ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാം. നമ്മൾ പഠിച്ച കാര്യം ഇത്രയാണ് മക്കളെ. നമ്മൾ പഠിച്ചത് ഏതൊക്കെയാ പഠിച്ചേ? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്, അതിലെ മീനിങ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, അത് കഴിഞ്ഞ് അതിന്റെ ഫീച്ചേഴ്സ്, യൂണിവേഴ്സൽ ആപ്ലിക്കബിലിറ്റി, ജനറൽ ഗൈഡ് ലൈൻസ് തുടങ്ങി 6-7 ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, ടുഡേ we are discussing a new topic. The name of our topic is evolution of management principles. ഇന്ന് ഞാൻ നിങ്ങളോട് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാഠത്തിൽ നമുക്ക് 2 കാര്യങ്ങളാണ്. In this chapter we are discussing 2 important concepts, that is 14 principles of Henry Fayol and also scientific management principles and the scientific management techniques introduced by F.W. Taylor. Before starting our discussion, before starting the main points, we need some introductory part. നമുക്ക് ചില ഈ പ്രിൻസിപ്പിൾസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ എവല്യൂഷൻ, ഇത് പരിണാമം, ഇതിന്റെ ഘട്ടങ്ങൾ, ഏതൊക്കെ സ്റ്റേജുകളാണ് ഇതിനുള്ളത് എന്ന ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം പറയാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് അത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമല്ല, എന്നിരുന്നാലും നമ്മുടെ സിലബസിനകത്ത് ഇതുണ്ട്, സ്കിപ്പ് ചെയ്ത് പോകാനും പറ്റില്ല. ജസ്റ്റ് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് ക്ലാസ് കൊണ്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, എന്താ നമ്മൾ ഇന്ന് പഠിക്കുന്നത്? വി ആർ ഡിസ്കസിങ് എ കൺസെപ്റ്റ്, എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ വേണമെങ്കിൽ വാരിയസ് സ്കൂൾസ് ഓഫ് തോട്ട് എന്ന് വേണം നമുക്ക് പറയാം. വാരിയസ് സ്കൂൾസ് ഓഫ് തോട്ട് may be divided into 6 distinctive phases. ഇപ്പൊ ആ ചിത്രത്തിൽ കാണുന്നത് മനുഷ്യന്റെ പരിണാമമാണ്. ആദ്യം കുരങ്ങിൽ നിന്നും പിന്നീട് ഇങ്ങനെ മനുഷ്യനായിട്ട് മാറി. 10ലൊക്കെ പഠിച്ച കാര്യമാണ്. അതുപോലെ ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഇന്നത്തെ ഒരു സ്റ്റേജിലേക്ക് എത്തിയതിന് ചില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. എവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് 6 സ്റ്റെപ്പുകളാണുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റേജ് ഇതാണ്, ഏർലി പെർസ്പെക്റ്റീവ്. ഏർലി പെർസ്പെക്റ്റീവ് എന്നതാണ് ആദ്യത്തെ സ്റ്റേജ് പറയുന്നത്. അധികം ഒന്നും പറയാനില്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. The first non-management ideas were recorded in Egypt. ഈജിപ്തില് BC 2900-ലൊക്കെ പിരമിഡുകളൊക്കെ, അവിടെയുള്ള റൂളേഴ്സ് ഒക്കെ, അവിടെയുള്ള രാജാക്കന്മാരൊക്കെ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പിരമിഡ് എന്ന് പറയുന്നത് ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു ഇത് സിമ്പിൾ ആയിട്ട് എടുക്കാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ അകത്തൊക്കെ വളരെ സീക്രട്ട് ആയിട്ടുള്ള, ഹിഡൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ പിരമിഡ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും പഴയ കാലത്ത് ഏകദേശം 1 ലക്ഷം ആൾക്കാരെ, മനസ്സിലാക്കുക, 1 ലക്ഷം എംപ്ലോയീസിനെ 20 വർഷമൊക്കെ പണിയെടുപ്പിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോ 1 ലക്ഷം ആൾക്കാരെ 20 വർഷമൊക്കെ പണിയെടുപ്പിക്കണമെങ്കിൽ അവിടെ എന്തോ ഒരു ടെക്നിക്ക് ഉണ്ട്. ആ ടെക്നിക്കാണ് നമ്മുടെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, ഏർലി പെർസ്പെക്റ്റീവ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതേയുള്ളൂ. ഈജിപ്തിലുള്ള രാജാക്കന്മാര് പിരമിഡുകളൊക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവര് എന്ത് ഫോളോ ചെയ്തു? അറിഞ്ഞോ അറിയാതെയോ ചില പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പിൾസിനെ വേണമെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ട് വി ക്യാൻ വേണമെങ്കിൽ നല്ല കൺസിഡർ ചെയ്യാം. കാരണം 20 വർഷമൊക്കെ 1 ലക്ഷം ആൾക്കാരെ പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങളുടെ ചില വീടൊക്കെ, നിങ്ങൾക്ക് ചെറിയ വീടൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികൾക്കറിയാം, നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു 20 വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ല. അപ്പൊ 1 ലക്ഷം ആൾക്കാരെ 20 വർഷം കൊണ്ട് പിരമിഡ് ഉണ്ടാക്കണമെങ്കിൽ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യം ആവശ്യമാണ്. അതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ ആദ്യത്തെ സ്റ്റേജ്. എന്താണ് അതിന്റെ പേര്? ഏർലി പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും സെക്കൻഡ് വൺ ഇസ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. അപ്പൊ ഇതിന്റെ
ഇവല്യൂഷന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. ജസ്റ്റ് മനസ്സിലാക്കുക, ദ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിംഗ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആസ് എ വേ ടു ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. ഞാൻ പറഞ്ഞ the classical management theory was introduced during the industrial revolution as a way to improve productivity. വ്യവസായ വിപ്ലവം വന്ന് ലോകത്ത് ആകമാനം നമ്പർ ഓഫ് ഇൻഡസ്ട്രീസ് വർദ്ധിച്ചു, വ്യവസായ ശാലകളുടെ എണ്ണം വർദ്ധിച്ചു. അല്ലേ, നിങ്ങൾ പഠിച്ച 10ലൊക്കെ പഠിച്ചതാണ് അല്ലേ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. ജനസംഖ്യ വർദ്ധിച്ചു, നീഡ്സ് ആൻഡ് വാണ്ട്സ് വർദ്ധിച്ചു, വ്യവസായങ്ങളുടെ എണ്ണം വർദ്ധിച്ചു, അതിന്റെ സൈസ് വർദ്ധിച്ചു. അപ്പോൾ കമ്പനികളെയൊക്കെ കൺട്രോൾ ചെയ്യുക ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറി. അപ്പോൾ അങ്ങനെ വ്യവസായ വിപ്ലവം ഉണ്ടായ സമയത്ത് ഉണ്ടായ ഒരു കൺസെപ്റ്റ് ആണ്, ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി. ഇതില് 3 കാര്യങ്ങളാണ് വരുന്നത്. മാക്സ് വെബർ കൊണ്ടുവന്ന ബ്യൂറോക്രസി എന്ന കൺസെപ്റ്റ്, ഹെൻറി ഫയോൾ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റീവ് തിയറി എന്ന കൺസെപ്റ്റ്, അതുപോലെ FW ടൈലർ കൊണ്ടുവന്ന സയന്റിഫിക് മാനേജ്മെന്റ് കൺസെപ്റ്റ്, സയന്റിഫിക് മാനേജ്മെന്റ് തിയറി ആൻഡ് സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സ്. ഇതില് അഡ്മിനിസ്ട്രേറ്റീവ് തിയറിയും സയന്റിഫിക് മാനേജ്മെന്റും നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യും. മാക്സ് വെബറിന്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ഡിഗ്രിയിലോ PGക്കോ പഠിക്കും. ഓക്കെ, അപ്പോൾ the second stage of management principle is classical management theory. Classical management theory consists of bureaucracy by Max Weber, administrative theory by Henry Fayol, and also scientific management principles by FW Taylor. മതി, അത്രേ ഞാൻ പറയുന്നുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. ഇനി മൂന്നാമത്തത്, the third one is neoclassical theory. Neoclassical theory, its another name is human relation approach. മൂന്നാമത്തെ സ്റ്റേജ് ഏതാണ്? നിയോക്ലാസിക്കൽ തിയറി. അതിന്റെ മറ്റൊരു പേരെന്താണ് മക്കളെ? ഹ്യൂമൻ റിലേഷൻസ് അപ്രോച്ച്. നിങ്ങൾ രണ്ടാമത്തെ പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഹ്യൂമൻ റിലേഷൻ അപ്രോച്ച്. Neoclassical theory gives greater emphasis, more importance. Neoclassical theory give more importance to man behind machine. Neoclassical theory gives more importance to man, means human resource. Behind machine means behind physical resources. അപ്പോൾ ഇതിൽ ഈ നിയോക്ലാസിക്കൽ തിയറി ഏതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? മനുഷ്യന്മാർക്ക് ഹ്യൂമൻ റിസോഴ്സ്. അതായത് ആദ്യം സെക്കൻഡ് സ്റ്റേജിൽ ഈ ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, അത് കഴിഞ്ഞിട്ട് നിയോക്ലാസിക്കൽ തിയറി വന്നു. നിയോക്ലാസിക്കൽ തിയറി പറയുന്നത് എന്താ? ഇവിടെ നമ്മള് മാനേജ്മെന്റിൽ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ എംപ്ലോയീസിനാണ്, നമ്മുടെ വർക്കേഴ്സിനാണ്. അതാണ് നിയോക്ലാസിക്കൽ തിയറി. ഇതിൽ 3 കാര്യങ്ങളുണ്ട് മക്കളെ. ഒന്നാമത്തത് ഹാവ്ത്രോൺ എക്സ്പെരിമെന്റ്, രണ്ടാമത്തത് ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ്, മൂന്നാമത്തത് ബിഹേവിയറൽ അപ്രോച്ച്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ഹാവ്ത്രോൺ എക്സ്പെരിമെന്റിനെ കുറിച്ചിട്ട് ഒന്നും പറയുന്നില്ല, അത് നമുക്ക് ആവശ്യമില്ല. നിങ്ങൾ ഈ കാണുന്ന 2 സെന്റൻസ് ഒന്ന് പഠിക്കുക. Neoclassical theory gives more importance to human resources. It consists of 3 parts, that 3 elements: Hathorne experiment, human relation movement, behavioral approach. അപ്പോൾ ആദ്യത്തെ 3 ക്ലിയർ ആയില്ലേ? ഏതൊക്കെ ആദ്യത്തെ 3? ഫസ്റ്റ് വൺ early perspective, രണ്ടാമത്തത് ക്ലാസിക്കൽ മാനേജ്മെന്റ് തിയറി, തേർഡ് വൺ നിയോക്ലാസിക്കൽ തിയറി. ഇനി ലാസ്റ്റ് 3, 4-മത്തെയും 5-മത്തെയും 6-മത്തെയും ഞാൻ ഇത് ഒരൊറ്റ ഒരു സ്ക്രീനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നുണ്ട്. കാരണം അത്രയും നമുക്ക് പഠിക്കാനുള്ളൂ. അല്ലാതെ പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കുന്നൊന്നും ഇപ്പോഴേ പറയാൻ പറ്റില്ല. വേറെ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാപ്റ്ററിലുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഒരു മനസ്സിലാക്കി പോകുക എന്നൊരു ഐഡിയ മാത്രമേ ഈ ഒരു സെഷൻ ഉള്ളൂ. 4-മത്തെ പോയിന്റ് ഇതാണ്: ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഓർഗനൈസേഷണൽ ഹ്യൂമനിസം. ഓർഗനൈസേഷണൽ ഹ്യൂമനിസം എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ലിസൺ, the underlying philosophy of organizational humanism is that integration of knowledge from other disciplines like
psychology, sociology, and anthropology. The underlying philosophy of this approach, the underlying philosophy of behavioral science approach is, it's very simple. നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമാണ്, മാനേജ്മെന്റ് ഇസ് എ മൾട്ടി ഡിസിപ്ലിനറി ഡിസിപ്ലിൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ കാര്യമാണ്. മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഡിസിപ്ലിൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് ആൻ ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ബിക്കോസ് ഇറ്റ് ഡ്രോസ് ഇറ്റ്സ് ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സ് ഫ്രം various other subjects like psychology, sociology, anthropology, economics, statistics, etc. മാനേജ്മെന്റ് ഒരു സ്വതന്ത്രമായിട്ടുള്ള പഠനശാഖയല്ല. അത് മറ്റ് ശാഖകളിൽ നിന്നും ആശയം കടമെടുത്തുകൊണ്ട് തുടങ്ങിയ ഒരു പഠനശാഖയാണ് മാനേജ്മെന്റ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഈ ബിഹേവിയറൽ സയൻസ് അപ്രോച്ചിനും വരുന്നത്. ഇവിടെ ഇതിൽ പ്രധാനമായിട്ടും വരുന്നത് മാക്ഗ്രിഗറുടെ കോൺട്രിബ്യൂഷൻ, എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി നമുക്ക് പഠിക്കാണ്ട്. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി തിയറി, അതുപോലെ തന്നെ ഹേഴ്സ്ബർഗിന്റെ കോൺട്രിബ്യൂഷൻ, ഇങ്ങനെയുള്ള കുറെ ഇവരൊക്കെ ശരിക്കും സൈക്കോളജിസ്റ്റുകളാണ്, മനഃശാസ്ത്രജ്ഞന്മാരാണ്. ഈ എബ്രഹാം മാസ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് എബ്രഹാം മാസ്ലോ. അദ്ദേഹം ഒരു തിയറി കൊണ്ടുവന്നു, നീഡ് ഹൈറാർക്കി തിയറി. അതിൽ പറയുന്നത് ഹ്യൂമൻ നീഡ്സിനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാമെന്നാണ്. Abraham Maslow's need hierarchy theory states that we can classify human needs into 5. അതില് ഒന്നാമത്തത് ഫിസിയോളജിക്കൽ നീഡ്, സെക്കൻഡ് വൺ സേഫ്റ്റി നീഡ്, തേർഡ് വൺ സോഷ്യൽ നീഡ്, ഫോർത്ത് വൺ എസ്റ്റീം നീഡ്, ആൻഡ് ഫിഫ്ത് വൺ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ അങ്ങനെയുള്ള സൈക്കോളജിയിൽ നിന്നും ആന്ത്രോപോളജിയിൽ നിന്നും അതുപോലെ സോഷ്യോളജി തുടങ്ങിയ സബ്ജക്റ്റുകളിൽ നിന്നുമുള്ള കുറെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന ഒരു സ്റ്റേജ് ആണ് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഇനി അഞ്ചാമത്തത് മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച്. അഞ്ചാമത്തത് മാനേജ്മെന്റ് സയൻസ് ഓർ ഓപ്പറേഷണൽ റിസർച്ച്. ഇറ്റ് എംഫസൈസസ് റിസർച്ച് ഓൺ ഓപ്പറേഷൻസ് ആൻഡ് യൂസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ടു എയ്ഡ് മാനേജേഴ്സ് ടു ടേക്ക് ഡിസിഷൻസ്. Listen carefully. Management science or operational research approach gives importance to research on operations. അപ്പോൾ ഈ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് എന്തിന് പ്രാധാന്യം കൊടുക്കുന്നു? It gives importance to research on operations. ഒരു കമ്പനിയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളുടെ മുകളിലൊക്കെ റിസർച്ച് കണ്ടക്ട് ചെയ്യുക, ഗവേഷണം കണ്ടക്ട് ചെയ്യുക. റിസർച്ച് പുതിയ ഐഡിയാസ് ഒക്കെ പുതിയ ഇൻഫർമേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗവേഷണം, ഇൻഡെപ്ത് സ്റ്റഡി. റിസർച്ച് മീൻസ് സെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരതുക, റീസെർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗൈൻ സെർച്ച്. അപ്പൊ ഒരു ഇൻഡെപ്ത് സ്റ്റഡി, ആഴത്തിലുള്ള പഠനം എന്നാണ് റിസർച്ചിന്റെ മീനിങ്. അപ്പൊ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സിലും ക്യൂട്ടിയിലും ഒക്കെ ഉള്ള ടെക്നിക്ക് കൊണ്ടുവന്നിട്ട് മാനേജേഴ്സിനെ സഹായിക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഈ മാനേജ്മെന്റ് സയൻസ് അപ്രോച്ച് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസർച്ച് അപ്രോച്ച് എന്ന് കൂടി ഇതിനെ വിളിക്കും. അത്ര മനസ്സിലാക്കുക. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മോഡേൺ മാനേജ്മെന്റ്. ആറാമത്തെ സ്റ്റേജ് ഇതാണ് മോഡേൺ മാനേജ്മെന്റ്. ഇറ്റ് സീംസ് മോഡേൺ ഓർഗനൈസേഷൻസ് ആസ് കോംപ്ലക്സ് സിസ്റ്റം ആൻഡ് യൂസ് ഓഫ് മോഡേൺ ടെക്നിക്സ് ടു സോൾവ് ഓർഗനൈസേഷണൽ ആൻഡ് ഹ്യൂമൻ പ്രോബ്ലംസ്. ഈ മോഡേൺ മാനേജ്മെന്റ് കൺസെപ്റ്റ് എന്താണ് മക്കളെ? It seems management as modern organizations as complex system, and in this complex system modern techniques are needed. Modern management concept പറയുന്നത് modern organizations എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തെ കൺട്രോൾ ചെയ്യണമെങ്കിൽ മോഡേൺ ടെക്നിക്സ് ആവശ്യമാണ്. അതിന് IT എനേബിൾഡ് ടെക്നിക്സ്, ഇന്റർനെറ്റ് എനേബിൾഡ് ടെക്നിക്സ്, സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കാം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാനേജ്മെന്റ് ഇഫക്റ്റീവ് ആക്കാം എന്ന ഒരു ഏരിയയാണ് ഈ ആറാമത്തെ സ്റ്റേജ് ആയിട്ട് പറയുന്ന മോഡേൺ മാനേജ്മെന്റ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ പറയുന്നുള്ളൂ. ഒരു 15 മിനിറ്റ് ആയി തോന്നുന്നു. വളരെ കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. നമ്മൾ പഠിച്ചത് ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. 6 സ്റ്റേജുകളുണ്ട്. ഒന്നാമത്തത് ഏർലി പെർസ്പെക്റ്റീവ്, രണ്ടാമത്തത് ക്ലാസിക്കൽ മാനേജ്മെന്റ്, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ സമയത്ത് വന്നു. 3 കാര്യങ്ങൾ: വെബറുടെ കോൺട്രിബ്യൂഷൻ, ഫയോളിന്റെ കോൺട്രിബ്യൂഷൻ, ടൈലറിന്റെ കോൺട്രിബ്യൂഷൻ. നിയോ ക്ലാസിക്കൽ തിയറി ഇതെന്ത് ചെയ്യുന്നു? ഇത് ഹ്യൂമൻ റിസോഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അവിടെ 3 കാര്യങ്ങൾ: ഹാവ്ത്രോൺ എക്സ്പെരിമെന്റ്,
ഹ്യൂമൻ റിലേഷൻ മൂവ്മെന്റ്, ബിഹേവിയറൽ അപ്രോച്ച്. നാലാമത്തത് ബിഹേവിയറൽ സയൻസ് അപ്രോച്ച്. ഇത് പറയുന്നത് എന്താ? മാനേജ്മെന്റ് മറ്റു വിവിധ പഠനശാഖകളിൽ നിന്നും ആശയം കടമെടുക്കൊണ്ട് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. സോഷ്യോളജിയിൽ നിന്നും സൈക്കോളജിയിൽ നിന്നൊക്കെ. അതിൽ വരുന്നത് എബ്രഹാം മാസ്ലോയുടെ കോൺട്രിബ്യൂഷൻ, മാക്ഗ്രിഗറിന്റെ കോൺട്രിബ്യൂഷൻ, ഹ്യൂസ്ബർഗിന്റെ കോൺട്രിബ്യൂഷൻ, ഇതൊക്കെ നാലാമത്തെ അപ്രോച്ചിൽ വരുന്നു. അഞ്ചാമത്തത് മാനേജ്മെന്റ് സയൻസ്. ഇതിൽ പറഞ്ഞത് റിസർച്ച് ആവശ്യമാണ്, ഗവേഷണം ആവശ്യമാണ്. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്, നിങ്ങൾ ഒക്കെ പഠിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് മാനേജേഴ്സിന് ഡിസിഷൻസ് എടുക്കാം എന്ന് പറഞ്ഞത് അഞ്ചാമത്തെ സ്റ്റേജ്. Last one, modern management. Modern management sees management as a complex system, and in order to control a complex system, new innovative techniques are needed. And this stage says that we can use modern techniques to solve various managerial problems. Okay, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഒന്നുകൂടെ പറയുന്നു, താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ യൂസ് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹെൻറി ഫയോളിന്റെ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ, വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് തുടങ്ങാം. ഓക്കെ, താങ്ക് യു.